ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ഉള്ളിലേക്ക് മരിയനാട് എന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു കൂട്ടം ചെറുപ്പക്കാർ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു ക്രിസ്മസ് ട്രീ നിർമ്മിച്ചിട്ടുണ്ട്. മരിയനാട് മച്ചാൻസ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം കൂട്ടുകാരാണ് ഈ ക്രിസ്മസ് ട്രീ കടലിൽ നിർമ്മിച്ചത്. നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ അങ്ങ് ദൂരെ കാണാം ക്രിസ്മസ് ട്രീയും പുൽക്കൂടും. ഈ ക്രിസ്മസ് ട്രീ രാത്രി കാണാനാണ് വളരെയധികം ഭംഗിയുള്ളത്. അതിൽ ലൈറ്റൊക്കെ തെളിയിക്കുമ്പോഴാണ് കാണാൻ വളരെയധികം ഭംഗിയുള്ളത്. അതുകൊണ്ട് ഇത് കാണാൻ വരുന്നവർ രാത്രി തന്നെ വരാൻ ശ്രമിക്കുക. ഇതാണ് നമ്മുടെ ഇവിടുത്തെ മരിയനാട് മച്ചാൻസ്. അപ്പോൾ ഇവരുടെ അടുത്ത് ഞാനും ഈ ക്രിസ്മസ് ട്രീ അടുത്ത് കാണാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഈ മച്ചാന്മാര് ജനറേറ്റർ ഓണാക്കി ഇതിന്റെ ലൈറ്റൊക്കെ ഉടനെ തെളിയിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ലൈവായി കാണാം. സത്യത്തിൽ ഈ മച്ചന്മാരൊക്കെ പൊളിയാണ്. കാരണം വളരെ റിസ്ക് എടുത്താണ് ഇവർ ഈ പുൽക്കൂടും ഈ ക്രിസ്മസ് ട്രീ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. കാരണം ഈ സാധാരണ നമ്മൾ കരയിൽ പുൽക്കൂട് നിർമ്മിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് പോലും നമുക്കറിയാം. പക്ഷെ ഇവര് എന്ത് റിസ്ക് എടുത്തിട്ടാണ് ഈ കടലിൽ ഈ ക്രിസ്മസ് ട്രീ നിർമ്മിച്ചതെന്ന് അവരുടെ ആ ബുദ്ധിമുട്ട് നമുക്ക് ഞാൻ ഈ വെള്ളത്തിലിരുന്നപ്പോൾ തന്നെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു വെള്ളത്തിന്റെ ഒരു ഇത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാഞ്ചാട്ടം ഉണ്ട്. പക്ഷെ അപ്പോൾ അവർ എന്തുമാത്രം റിസ്ക് എടുത്തിട്ടായിരിക്കും അവർ ഈ ക്രിസ്മസ് ട്രീ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അത് അവരുടെ ആ കഴിവിനെ സമ്മതിച്ചേ പറ്റൂ.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇതിന്റെ ലൈറ്റൊക്കെ തെളിയിച്ചിട്ടുണ്ട്. നമുക്കിത് അടുത്ത് കാണാൻ വളരെ ഭംഗിയാണ്. അപ്പോൾ സാധിക്കുന്നവരൊക്കെ ഇത് കാണാൻ വരിക. ഓക്കെ മച്ചാമാരെ, അപ്പൊ എന്താ ചേട്ടന്റെ പേര്? ഓക്കെ, ഇതിന്റെ ഇങ്ങനെ ഒരു ഐഡിയ നിങ്ങൾ എങ്ങനെയാണ്, ആരാണ് പൈമാര് 30 പൈമാരുണ്ട്. ഞങ്ങള് ഓരോ വർഷത്തിൽ ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഈ വർഷം നമുക്ക് കടലിൽ തന്നെ ഒരു പുൽക്കൂട് സ്ഥാപിക്കണമെന്നുണ്ട് ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ പണ്ട് ഒരു 10-12 കൊല്ലത്തിന് മുമ്പ് ഇവിടെ കടൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മര്യാദ അങ്ങനെ ചെയ്തപ്പോ അത് വിജയിച്ചില്ല, മുഴുകി. അപ്പൊ അവരുടെ ഒരു ഇതിനു വേണ്ടി നമ്മളിവിടെ ഒരു ചെയ്യണം എല്ലാ പൈമാരും ആഗ്രഹിച്ച് നമ്മളതിന്റെ കടലിൽ തന്നെ അവര് തടി വെച്ചാണ് ഉപയോഗിച്ച് ചെയ്തത്. നമ്മൾ ചെയ്തതിന്റെ കമ്പി, ബാർലി ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ എല്ലാം ചെയ്തത്. ഓക്കെ, ഇത് എന്ത് ചില ഇത് എല്ലാം കൂടി 3.5 അടുപ്പിച്ചായി.
എന്നുവെച്ചാൽ ഞങ്ങള് 2000, 3000, 4000 ഇട്ടുണ്ട്. അപ്പം നമുക്ക് കയ്യിലൊന്നുമില്ല. വിൽക്കാത്തതുകൊണ്ട് ഇവിടുത്തെ എല്ലാ വള്ളക്കാർ ഞങ്ങളെ ഏറെ വള്ളക്കാർ പറയും കാര്യങ്ങൾ പറയും, ഇങ്ങനെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നു, ഞങ്ങളെ കയ്യിൽ ഫണ്ട് നിൽക്കുന്നില്ല, നിങ്ങൾ എന്നെ സഹായിക്കണം പറയും. അപ്പൊ അവര് വള്ളക്കാരെല്ലാം നമ്മളെ സഹായിച്ചു, ഞങ്ങളെ ഏരിയയുള്ള എല്ലാവരും സഹായിച്ചു. അതിനുശേഷം അത് നിൽക്കാതായപ്പോ നമ്മള് പള്ളിയിൽ ബന്ധപ്പെട്ട് പള്ളിക്കടുത്ത് ഇങ്ങനെ പറയും, ഇങ്ങനെ സംഭവം ഉണ്ട്, നിങ്ങൾ സഹായിക്കുന്നുണ്ട്. അപ്പൊ പള്ളിയിൽ നല്ലൊരു ഫണ്ട് നമ്മൾ സഹായിച്ചു. ഇതിപ്പോ ഇത്രയും പാടാണ്, പക്ഷെ ഈ കടലിലൊക്കെ ഇങ്ങനെ ചെയ്യണം. ഇതിപ്പോ നിങ്ങൾ നമ്മൾ പറയുമ്പോ കാണാൻ ഭംഗിയുണ്ടെങ്കിലും പക്ഷെ ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ലൈറ്റ് അടിച്ചു, പിന്നെ മോട്ടർ കംപ്ലൈന്റ് ആയി, മോട്ടർ അങ്ങോട്ട് ഇങ്ങനെ പോവുകയും ഈ ആഗ്രഹം ഇന്ന് എല്ലാവരും വെളിയിൽ കളിച്ചു എന്നുവെച്ചാൽ വരുന്ന എല്ലാവർക്കും കര ഒന്ന് കാണണം പറഞ്ഞിട്ട് എല്ലാവരും ആഗ്രഹം വിട്ടു. അങ്ങനെയാണ് ഇനി കിടന്നത്. എന്നൊരു 3-4 മണിക്കൂർ എടുത്താണ് വള്ളത്തിനെതിരെ കരയിട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ട്. എന്തായാലും നിങ്ങളുടെ എഫർട്ട് എന്തായാലും നന്നായി. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.